ആഗോള രാഷ്ട്രീയത്തിന്റെ ചോരയുണങ്ങാത്ത കളിത്തട്ടായ പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് ഉയരുന്ന ഓരോ യുദ്ധകാഹളവും കേവലം ആധുനിക ആയുധങ്ങളുടെ കരുത്തിൽ മാത്രമല്ല രൂപപ്പെടുന്നത്, മറിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രത്യയ ശാസ്ത്രങ്ങളുടെയും മതഗ്രന്ഥങ്ങളുടെയും നിഴൽ യുദ്ധങ്ങൾ കൂടിയാണിത്. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തങ്ങളുടെ ശത്രുക്കൾക്കെതിരെയുള്ള കടുത്ത സൈനിക നീക്കങ്ങളെ ന്യായീകരിക്കാൻ ഒരു പുരാതന യഹൂദ മതഗ്രന്ഥമായ ബാബിലോണിയൻ താൽമുദിലെ ഒരു കടുത്ത പ്രമാണത്തെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. തന്നെ കൊല്ലാൻ വരുന്നവനെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ആദ്യം തന്നെ ഇല്ലാതാക്കുക എന്ന ഒരു പുരാതന സിദ്ധാന്തം ഇസ്രായേലിന്റെ ഔദ്യോഗിക പ്രതിരോധ തന്ത്രമായിട്ട് നെതന്യാഹു പ്രഖ്യാപിക്കുമ്പോൾ അത് മിഡിൽ ഈസ്റ്റിനെ കൂടുതൽ സങ്കീർണമായൊരു യുദ്ധമുഖത്തേക്കാണ് നയിക്കുന്നത്. ലെബനൻ മുതൽ ഇറാൻ വരെയുള്ള ശത്രു ശൃംഖലകളെ തകർക്കാൻ ഇസ്രായേൽ തങ്ങളുടെ പരമ്പരാഗതമായ ഒരു പ്രതിരോധ ശൈലി ഉപേക്ഷിച്ചിട്ട് അത്യന്തം അക്രമാസക്തമായ ഒരു പുതിയ ചുവടുമാറ്റത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. എന്താണ് ഈ താൽമുദിക് സിദ്ധാന്തം? നോക്കാം. യഹൂദ നിയമങ്ങളുടെയും ധാർമ്മികതയുടെയും ആത്മീയ വ്യാഖ്യാനങ്ങളുടെയും കേന്ദ്ര ഗ്രന്ഥമായ ബാബിലോണിയൻ താൽമുദിലെ ഹാബ ലഹോർ ഗേഷെ ഹാഷ്കേം ലെഹോർഗോ എന്ന ഹീബ്രു വാചകമാണ് നെതന്യാഹു തന്റെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചത്. ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് വെച്ചാൽ, നിന്നെ കൊല്ലാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് അവനെ ആദ്യം കൊലപ്പെടുത്തുക എന്നാണ്. ആധുനിക ഡിഫൻസ് സയൻസിൽ ഇതിനെ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് അഥവാ മുൻകൂട്ടിയുള്ള പ്രതിരോധ ആക്രമണം എന്ന് വിളിക്കാം. അതായത് ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ഒരു ഭീഷണി പൂർണ്ണമായിട്ട് വളർന്ന് പന്തലിക്കുന്നത് വരെ കാത്തിരിക്കാതെ അതിന്റെ തുടക്കത്തിൽ തന്നെ അവരെ അപ്രതീക്ഷിതമായിട്ട് പ്രഹരിക്കുക. കേവലം ഒരു മതപരമായ ഉപദേശത്തെ ആധുനിക യുദ്ധതന്ത്രവുമായിട്ട് സമന്വയിപ്പിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ സൈനിക നടപടികൾക്കെതിരെ ഉയരുന്ന കടുത്ത വിമർശനങ്ങളെ പ്രതിരോധിക്കാനാണ് ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ ശ്രമിക്കുന്നത്. ചരിത്രപരമായിട്ട് നോക്കിയാൽ ശത്രുക്കളുടെ ആക്രമണങ്ങളോട് പ്രതികരിക്കുന്ന ഒരു രീതിയാണ് ഇസ്രായേൽ പലപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ തങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് മുന്നിൽ ഇനി മുതൽ നിഷ്ക്രിയമായി ഇരിക്കാൻ കഴിയില്ല എന്ന ശക്തമായ പ്രഖ്യാപനമാണ് നെതന്യാഹു നടത്തിയിരിക്കുന്നത്. നയതന്ത്ര ചർച്ചകൾക്കും സമാധാന ശ്രമങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ സൈനിക മുൻകൈ എടുക്കുക മാത്രമാണ് ഏക പോംവഴി എന്ന് ഇസ്രായേൽ സമർത്ഥിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പരിമിതികളും ജനസംഖ്യാപരമായ പ്രത്യേകതകളും കാരണം ഒരു വലിയ അധിനിവേശത്തെ നേരിടാനായിട്ട് ഇസ്രായേലിന് മുന്നിൽ മറ്റ് വഴികളില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ സൈനിക ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു മുൻകൂർ ആക്രമണ ശൈലി ദശാബ്ദങ്ങളായിട്ട് അവരുടെ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു എന്ന് കാണാം. ഏറ്റവും മികച്ച ഉദാഹരണമാണ് 1967 നടന്ന വിഖ്യാതമായ 6 ദിന യുദ്ധം, 6 Day War. ഈജിപ്ത്, സിറിയ, ജോർദൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളുടെ സൈനിക നീക്കങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആ അപ്രതീക്ഷിത മിന്നൽ ആക്രമണമാണ് അന്ന് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയത്. അതുപോലെ തന്നെ ഇറാഖിലെയും സിറിയയിലെയും ആണവ നിലയങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളും ഈ താൽമുദിക് സിദ്ധാന്തത്തിന്റെ പ്രായോഗിക രൂപങ്ങളായിരുന്നു. ശത്രുക്കളുടെ പക്കൽ മാരകായുധങ്ങളും മിസൈൽ സാങ്കേതിക വിദ്യകളും എത്തുന്നതിന് മുൻപ് തന്നെ അവ വേരോടെ തകർക്കുക എന്നതായിരുന്നു ആ നടപടികളുടെ ലക്ഷ്യം. എന്നാൽ ഈ കടുത്ത സൈനിക നയം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന വാദവും വളരെ ശക്തമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ചട്ടപ്രകാരം സ്വയം രക്ഷയ്ക്കുള്ള അവകാശം, അതായത് റൈറ്റ് ടു സെൽഫ് ഡിഫൻസ്, ഒരു രാജ്യം നേരിട്ട് ആക്രമിക്കപ്പെടുമ്പോൾ മാത്രമാണ് അനുവദനീയമായിട്ടുള്ളത്. കേവലം ഭീഷണിയുണ്ട് എന്ന അനുമാനത്തിന്റെ പുറത്ത് മറ്റൊരു പരമാധികാര രാജ്യത്തിന് മേൽ ആക്രമണം നടത്തുന്നത് ആഗോള ക്രമത്തെ തകിടം മറിക്കുമെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ബാബിലോണിയൻ താൽമുദിനെ ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ യഹൂദ മതപണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങളുണ്ട് എന്നതാണ്. ജീവന് നേരിട്ട് ഭീഷണി ഉണ്ടാകുമ്പോൾ വ്യക്തികൾക്ക് സ്വയം രക്ഷയ്ക്കായിട്ട് നൽകിയിട്ടുള്ള അനുവാദത്തെ വിപുലമായ സൈനിക അധിനിവേശങ്ങൾക്കും അതുപോലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും വേണ്ടി ഭരണാധികാരികൾ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് അവർ വിമർശിക്കുന്നുണ്ട്. ഭരണകൂടത്തിന്റെ വീഴ്ചകളെയും അന്താരാഷ്ട്ര തലത്തിലുള്ള ഒറ്റപ്പെടലിനെയും മറച്ചുവെക്കാൻ ഇത്തരം വികാരപരമായ ആഹ്വാനങ്ങൾ സഹായിക്കുമെന്ന് അവർ വിലയിരുത്തുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഈ ഒരു പ്രഖ്യാപനം വരാനിരിക്കുന്ന വലിയൊരു സൈനിക നീക്കത്തിന്റെ മുന്നോടിയാണ് എന്ന് വേണം കരുതാൻ. ഇനി മുതൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകാമെന്ന ഭീതി ആഗോള വിപണിയിലും കപ്പൽ ഗതാഗതത്തിലും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. എണ്ണവിലയിലെ ആ ഒരു അസ്ഥിരത ഇതിന്റെ പരോക്ഷ ഫലമാണ്. സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇസ്രായേലിന്റെ ഈ കടുത്ത നിലപാട് വലിയ നയതന്ത്ര തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.